വലിയ പച്ചപ്പുള്ള ഒരു കാട്ടിൽ രാമു എന്ന ശക്തനായ ഒരു ആനയും മീട്ടു എന്ന വിരുതനായ ഒരു കുരങ്ങനും താമസിച്ചിരുന്നു. രാമുവിന് അവന്റെ ശക്തിയില് വലിയ അഹങ്കാരമായിരുന്നു. അവന് വലിയ മരങ്ങൾ വലിച്ചിഴയ്ക്കാനും ഭാരമുള്ള തടികൾ ഉയർത്താനും കഴിയുമായിരുന്നു. മീട്ടു വളരെ വേഗതയും ബുദ്ധിയുമുള്ളവനായിരുന്നു. അവന് മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് ചാടാനും ഉയരത്തില് ഒളിച്ചിരിക്കുന്ന പഴുത്ത പഴങ്ങൾ കണ്ടെത്താനും കഴിയുമായിരുന്നു. ഒരു ദിവസം രാമുവും മീട്ടുവും തമ്മിൽ തർക്കമായി. ഈ കാട്ടിലെ ഏറ്റവും ഉപകാരമുള്ള മൃഗം ഞാനാണ്, രാമു അഭിമാനത്തോടെ പറഞ്ഞു. അല്ല, ഞാനാണ്, മീട്ടു പറഞ്ഞു. നിനക്ക് ശക്തിയുണ്ടാകാം, പക്ഷെ എനിക്ക് ബുദ്ധിയുണ്ട്. ആരാണ് കൂടുതൽ കേമനെന്ന് തെളിയിക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോഴാണ് ഒരു കുഞ്ഞു കിളി കരഞ്ഞുകൊണ്ട് പറന്നുവന്നത്. അയ്യോ, രക്ഷിക്കണേ, എന്റെ കുഞ്ഞ് ഒരു വലിയ മരത്തിൽ കുടുങ്ങിയിരിക്കുന്നു. അവൾ കരഞ്ഞു. രാമു ആദ്യം ശ്രമിച്ചു. അവൻ തുമ്പിക്കൈ നീട്ടി നോക്കി, പക്ഷേ കിളിക്കൂട് ഒരുപാട് ഉയരത്തിലായിരുന്നു. അവന് മരം കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ മീട്ടു വേഗത്തിൽ മരത്തിലേക്ക് ചാടിക്കയറി കിളിക്കുഞ്ഞിനെ സുരക്ഷിതമായി താഴെയിറക്കി. പിന്നീട് ഒരു വലിയ പാറക്കല്ല് വഴിയിൽ വീണ് ചെറിയ മൃഗങ്ങൾക്ക് പോകാൻ പറ്റാതായി. മീട്ടു അത് തള്ളിമാറ്റാൻ ശ്രമിച്ചു, പക്ഷേ ഒട്ടും അനങ്ങിയില്ല. രാമു നടന്നുവന്ന് എളുപ്പത്തിൽ ആ പാറക്കല്ല് തള്ളി നീക്കി. എല്ലാ മൃഗങ്ങളും കൈയടിച്ചു. നിങ്ങൾ രണ്ടുപേരും അവരവരുടെ രീതിയിൽ ഉപകാരികളാണ്, അവർ സന്തോഷത്തോടെ പറഞ്ഞു. രാമുവും മീട്ടുവും പുഞ്ചിരിച്ചു, പരസ്പരം നോക്കി. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, രാമു പറഞ്ഞു. നമുക്ക് ഒരു ടീമായി പ്രവർത്തിക്കാം, മീട്ടു പറഞ്ഞു. അന്നുമുതൽ അവർ ഒരുമിച്ച് കാടിനെ സഹായിച്ചു. ശക്തനും ബുദ്ധിമാനും തോളോട് തോൾ ചേർന്ന്. ഗുണപാഠം: എല്ലാവർക്കും അവരവരുടെ കഴിവുകളുണ്ട്. ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകും.